മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ല താനും. ലോകത്തിന്റെ ഏത് കോണിലും ജീവിക്കുന്ന മലയാളിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആഘോഷമാണ് ഓണാഘോഷം. പ്രവാസികളായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓണാഘോഷം എന്നതൊരു ആഘോഷം എന്നതിലുപരി കൂട്ടുകാരും അവരുടെ കുടുംബവും ഒന്നിച്ച് സമയം ചെലവിടാനും സന്തോഷം പങ്കിടാനും കിട്ടുന്ന ഒരു അവസരമാണ്. ഞാൻ മുമ്പ് താമസിച്ചിരുന്ന ഗ്രീൻ ഗേറ്റ് വില്ല എന്നറിയപ്പെടുന്ന വില്ലയിലെ കൂട്ടുകാരും അവരുടെ ഫാമിലിയും ഒത്ത് ഞങ്ങളൊരു ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പൊന്നോണം 2024 എന്ന പേരോടുകൂടി ആഘോഷിക്കപ്പെടുന്ന ഈ ഓണാഘോഷത്തിലെ കാഴ്ചകളും വിശദീകരണങ്ങളുമാണ് ഈ വീഡിയോയിൽ. പൊന്നോണം 2024 അന്തിമഘട്ട ഒരുക്കങ്ങൾക്കായി തലേദിവസം ഗ്രീൻ ഗേറ്റ് വില്ലയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. സ്റ്റേജിന്റെ ഡെക്കറേഷൻസ് പണികളും പച്ചക്കറികൾ കട്ട് ചെയ്യുന്നതുമായി എല്ലാവരും ബിസിയാണ്. നമ്മുടെ നാളത്തെ സദ്യയുടെ മേൽനോട്ടം വഹിക്കുന്ന സൂപ്പർവൈസർമാരിൽ സീനിയർ സൂപ്പർവൈസറായ അനി വിജയനാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. അനി, എന്താണ് നാളത്തെ സദ്യവട്ടത്തെ കുറിച്ച് പറയുവാനുള്ളത്? സദ്യവട്ടങ്ങൾ അതിഗംഭീരമായി ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വെജിറ്റബിൾ കട്ടിങ്ങിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 8 കുടുംബങ്ങളായിട്ട് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. അവരാണ് ചെയ്യുന്നത്. നാളെ ഉച്ചയ്ക്ക് ഒരു 12 മണിയോടുകൂടി സദ്യ വിളമ്പാമെന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഓണാശംസകൾ. സദ്യക്ക് മേൽനോട്ടം വഹിക്കുന്ന കമ്മിറ്റിയുടെ ലീഡർമാരിൽ ഒരാളായ ഷൈമി, എന്താണ് നാളത്തെ ആഘോഷത്തെ കുറിച്ച് പറയാനുള്ളത്? ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ, തുടങ്ങിയോ? സദ്യവട്ടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ ബാച്ചുകളായിട്ട് ഓരോ പച്ചക്കറിയൊക്കെ കൊടുത്ത് അരിയിലൊക്കെ ആരംഭിച്ചിരിക്കുന്നു. മേൽനോട്ടം വഹിക്കുന്നത് ഞാനാണ്. ഈ പൊന്നോണം 2024 ഓരോരുത്തർക്കും പോയി അന്വേഷിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ വേണ്ട വിധം എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. സദ്യവട്ടങ്ങളെല്ലാം അടിപൊളിയാവട്ടെ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹലോ രമ്യ. ഹലോ. രമ്യക്ക് എന്താണ് നാളത്തെ വിഭവം കിട്ടിയിരിക്കുന്നത്? അവിയലും പച്ചടിയും. ഇത് നമ്മുടെ ജിക്കു അനി. ഹായ്. ജിക്കു അനി, എന്താണ്? ഞാൻ പയറ് മെഴുക്കുവരട്ടിക്കുള്ള പയറ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് കിട്ടിയിരിക്കുന്നത് പയറ് മെഴുക്കുവരട്ടിയും മോര് കറിയും പ്രഥമനുമാണ്. അപ്പൊ അതിനുള്ള പയറ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് സുറുമി. ഹായ്. നാളെ സുറുമിക്ക് എന്ത് വിഭവമാണ് ഉണ്ടാക്കേണ്ടത്? എനിക്ക് കിട്ടിയിരിക്കുന്ന പൈനാപ്പിൾ പച്ചടിയും മത്തങ്ങ വൻപയർ എരിശ്ശേരിയുമാണ്. പൊന്നോണം 2024 ഗെയിംസ് വിഭാഗത്തിന്റെ ലീഡർ ജിത്തു ആണ്. ജിത്തു ഭയങ്കര ബിസിയാണ്. ജിത്തു, എന്താണ് ചെയ്യുന്നത്? സമ്മാനമൊക്കെ പോയിക്കൊണ്ടിരിക്കുക. നാളെ പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വലിയവർക്കും അഡ്വാൻസ് ആശംസകള്. ഇത് നമ്മുടെ വിനീതാമ്മ. ഹായ് അമ്മ. ഹായ്. നമസ്കാരം. അമ്മക്ക് എന്താണ് വിഭവം കിട്ടിയിരിക്കുന്നത്? ഇഞ്ചിക്കറിയും പച്ചമോരും. റെഡിയായോ? ഇഞ്ചിക്കറിയൊക്കെ റെഡിയായി. ഓക്കെ. ഷമീല, നീ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? ഞാന് നല്ല എക്സൈറ്റഡ് ആണ്. നമ്മൾ ഏവരും കാത്തിരുന്ന ആ ദിവസമാണ് നാളെ വരാൻ പോകുന്നത്. ഞാനിങ്ങനെ ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞോണ്ടിരിക്കുകയാണ്, പിള്ളേരുടെ ഗെയിംസിന്റെ ഒക്കെ ഗിഫ്റ്റ്. അപ്പം ശരി, നാളെ കാണാം. ഇവിടെ പൂക്കളത്തിന്റെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുലാണ് നമ്മുടെ പൂക്കളത്തിന്റെ ഡ്രോയിങ്. രാഹുൽ, എന്താണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു മോഡേൺ ഫ്ലവർ ആണ്. ഓക്കെ. കുറച്ച് നോർമൽ, ആ ഒരു കേർവ് ഷേപ്പ് അല്ല, നമ്മൾ കുറച്ച് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇന്നാണ് ഞങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ ദിനം. കഴിഞ്ഞ വർഷവും ഞങ്ങൾ പൊന്നോണം 2023 എന്ന പേരിൽ ഓണാഘോഷം ഗംഭീരമായി ആഘോഷിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ പൊന്നോണം 2024 വേദിയായ ഗ്രീൻ ഗേറ്റ് വില്ലയിൽ എത്തിച്ചേർന്നു. രാഹുലിന്റെ നേതൃത്വത്തിൽ മനോഹരമായ ഒരു പൂക്കളം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി മാവേലിയുടെ വരവിനായുള്ള കാത്തിരിപ്പ്. ഗ്രീൻ ഗേറ്റ് വില്ലയിൽ തന്നെ അംഗമായ സുറുമയുടെ മകൻ യാമിയായിരുന്നു മാവേലിയായി വേഷമണിഞ്ഞിരുന്നത്. അങ്ങനെ എല്ലാവരിലും സന്തോഷം പടർത്തി മാവേലി എത്തിച്ചേർന്നിരിക്കുകയാണ്.
മാവേലിയെ ഒരുക്കിയത് വളരെ രഹസ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ കൂടിയിരിക്കുന്ന ഭൂരിഭാഗം പേർക്കും മാവേലി ഒരു സർപ്രൈസ് ആയിരുന്നു. മാവേലിയുടെ ചോക്ലേറ്റ് കൊണ്ടുള്ള വരവ് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ സന്തോഷം പടർത്തി. പിന്നെ മാവേലിയുടെ കൂടെ സെൽഫി എടുക്കാനും ഫോട്ടോസ് എടുക്കാനും എല്ലാവരും മത്സരിച്ചു നിൽക്കുന്നതും നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി ഓണത്തിന്റെ പ്രധാന ഗ്ലാമർ ഇനമായ ഓണസദ്യയിലേക്ക്. കേരളത്തിൽ ഓണസദ്യക്ക് സാംസ്കാരികവും പരമ്പരാഗതവുമായ പ്രാധാന്യമാണുള്ളത്. ഓണക്കാലത്ത് ഇതിഹാസ ഭരണാധികാരിയായ മഹാബലി രാജാവ് തന്റെ രാജ്യം സന്ദർശിക്കുന്നതായി പറയപ്പെടുന്നു. അദ്ദേഹത്തെ വരവേൽക്കാൻ കേരളീയർ ഓണസദ്യ എന്ന അതിവിശിഷ്ടമായ സദ്യ ഒരുക്കുന്നു. ഈ വിരുന്ന് ഐക്യത്തെയും സമൃദ്ധിയെയും ഒത്തൊരുമയെയും പ്രതിനിധീകരിക്കുന്നു. ഓരോ വീട്ടുകാരും അവരെ ഏൽപ്പിക്കപ്പെട്ട വിഭവങ്ങൾ അതിന്റെ പരമാവധി രുചിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. എല്ലാവരും സദ്യയിൽ മുഴുകി ഇരിക്കുമ്പോഴായിരുന്നു അവരുടെ ഇടയിലേക്ക് മാവേലിയുടെ വരവ്. വീഡിയോ എടുത്തോണ്ടിരുന്ന എന്നെയും മാവേലി വെറുതെ വിട്ടില്ല. നമസ്കാരം. എന്താണ് ഒരു ബഹളം? നല്ല പായസത്തിന് മണം. ആരാ പായസം ഉണ്ടാക്കിയ? അനി 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 പായസമൊക്കെ നല്ല രസമുണ്ടെന്ന് തോന്നുട്ടാ. അബ്ബാസ് വീഡിയോ ഒക്കെ നന്നായി എടുത്തോളൂ. നാം ഗ്ലാമർ ആവട്ടെ. യൂട്യൂബിൽ കാഴ്ചക്കാരൊക്കെ കൂടാനുള്ള അല്ലേ? ഇലയിട്ട് സദ്യയൊക്കെ വിളമ്പി നാം കണ്ടു. നാം തൃപ്തികരനായിരിക്കുന്നു. നോമിനുള്ള സദ്യ അടുത്ത പന്തിയിൽ നാം ഇരിക്കും. ഇപ്പൊ സമയം ഏകദേശം 4 മണിയായി. ഇനി പൊന്നോണം 2024 കൾച്ചറൽ പ്രോഗ്രാംസ്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. എന്റെ സ്വാഗത പ്രസംഗത്തോടു കൂടിയ ചടങ്ങിൽ കലച്ചേച്ചിയുടെ സാന്നിധ്യത്തിൽ വിനീതമ്മ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. പൊന്നോണം 2024 ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും ഗ്രീൻ വില്ല ഗേറ്റില് പൊന്നോണം 2024 സ്വാഗതം. അതിനുശേഷം വില്ല നിവാസികളിൽ ചിലരുടെ ആശംസാ പ്രസംഗങ്ങളായിരുന്നു. So kind that he wanted to offer ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പക്കൂ. അത് എല്ലാവിധ ഓണാശംസകൾ എല്ലാവർക്കും നല്ലൊരു പൊന്നോണം ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ഓണം. ഹലോ എവ്രിവൺ. അതെന്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ. നമ്മൾ ഈ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം ടു ഓൾ. മെഹർനാസിന്റെ നല്ല ഓണപ്പാട്ടോടുകൂടി കലാപരിപാടികൾക്ക് തുടക്കമായി. പിന്നെ പൊന്നോണം 2024 വേദിയിൽ കണ്ടത് വില്ല നിവാസികളുടെ മാസ്മരിക പ്രകടനങ്ങളായിരുന്നു. മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസ്സാകിനിലാവ് കേസരിയാ തേരാ ഇഷ്ക് വപ്പിയാ. പകല് മുഴുവൻ കളി എടുത്ത് കിട്ടുന്ന കശിനി കല്ല് കുടിച്ച് എന്റെ ഇന്ന് പാടത്തൊടിക്കണം. ആരൊരു മാവാത്ത കാലത്ത് ഞാൻ എന്നെ ഓടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ഒന്നോട്ട വണ്ടി. ആരൊരു മാവാത്ത കാലത്ത് ഞാൻ എന്നെ ഓടി നടന്നു വണ്ടി. ഇനി അല്പം വിശ്രമം. ശീതളപാനീയമൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് റിഫ്രഷ് ആയി. അടുത്തത് കുട്ടിപ്പട്ടാളത്തിന്റെ ഗ്രൂപ്പ് ഡാൻസ്. ഈ പ്രകടനം ഞങ്ങളെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചതായിരുന്നു. ഷൈമിയും ജിക്കുവും എല്ലാം മറന്ന് ആടിത്തകർത്തപ്പോൾ അത് പൊന്നോണം 2024 മറക്കാനാകാത്ത ഒരു ദൃശ്യവിരുന്നായി മാറിക്കഴിഞ്ഞിരുന്നു. എല്ലാം ആവേശം കൊള്ളിച്ച പ്രകടനത്തിന് ശേഷം ജിത്തുവിന്റെയും അമ്മു എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ സാത്വികരെയും ഒരു ഡ്യുവറ്റ് ഡാൻസ് ആയിരുന്നു. പൊന്നോണം 2024 പ്രോഗ്രാംസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു ഗ്ലാമർ ഇനമായിരുന്നു തിരുവാതിര. വിനീതമ്മയുടെ നേതൃത്വത്തിൽ തിരുവാതിരയുടെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് വളരെ ഭംഗിയായി തന്നെയായിരുന്നു പെൺപടയുടെ ഈ തിരുവാതിര പ്രകടനം. വിനീതമ്മയ്ക്കും ടീമിനും അഭിനന്ദനങ്ങൾ.
കൈത പൂമണമിന്തി ചഞ്ചലാക്ഷി ഇന്നു നിൻ മാരൻ വന്നോ മധുരം തന്നോ കൈത പൂമണമിന്തി ചഞ്ചലാക്ഷി ഇന്നു നിൻ മാരൻ വന്നോ മധുരം തന്നോ ആതിരക്കുളിരിൽ പോലും മനസ്സിൽ ചൂട് കൊഞ്ചും കുയിൽ പോലെ കവിത പാട മൃദുമധുമൊഴി കൈത പൂ മണമിന്തി ചഞ്ചലാക്ഷി ഇന്നു നിൻ മാരൻ വന്നു മധുരം തന്നോ. ആൺപടയുടെ ഗ്രൂപ്പ് സോങ് ആയിരുന്നു അടുത്ത ഇനം. ഗ്രീൻഗേറ്റ് വില്ലയിലെ പെൺപടയുടെ ഈ മാസ്മരിക പ്രകടനത്തോടു കൂടി പൊന്നോണം 2024 കൾച്ചറൽ പ്രോഗ്രാംസിന് തിരശ്ശീല വീഴുകയാണ്. പ്രവാസ ജീവിതത്തിലെ ജോലി തിരക്കിനിടയിൽ കിട്ടിയ അല്പ ഒഴിവ് നേരങ്ങൾ പ്രാക്ടീസിനായി നീക്കിവെച്ച് നമ്മുടെ കലാപരിപാടികൾ വൻ വിജയമാക്കി തീർത്ത ഓരോ പാർട്ടിസിപ്പൻസിനും അഭിനന്ദനങ്ങൾ. ഇനി ഗെയിംസ് ഇനമാണ്. കുട്ടികൾക്കായി 5 ഗെയിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1ാം സ്ഥാനം ലഭിച്ചവർക്കെല്ലാം ഗോൾഡ് മെഡലും മറ്റുള്ള എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകുകയുണ്ടായി. വിജയികൾക്കും മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടിപ്പട്ടാളങ്ങൾക്കും അഭിനന്ദനങ്ങൾ. ഓൺലൈൻ ചിത്രരചനാ മത്സരത്തിൽ 5 പേരായിരുന്നു പങ്കെടുത്തിരുന്നത്. ഇതിൽ ഫിൽസയ്ക്ക് ആണ് 1ാം സമ്മാനം ലഭിച്ചിരുന്നത്. ഇനി മുതിർന്നവരുടെ ഗെയിംസ്. ആദ്യത്തെ സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു. അത്യന്തം ആവേശകരമായ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയത് സുറുമിയായിരുന്നു.
ഗെയിം. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾസ് വരുന്ന ആളുകൾ എന്ന ശബ്ദം വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഔട്ട്. വളരെ നർമ്മം നിറഞ്ഞ ഈ മത്സരത്തിലെ വിജയി ഹിരണ്യ ആയിരുന്നു. 42. ഇത് മാച്ചിങ് ദ തിങ്സ്. ഇപ്പുറത്ത് വച്ചിരിക്കുന്നവയെ അതേ ഓർഡറിൽ വെക്കുക എന്നതാണ് ഇവിടുത്തെ ടാസ്ക്. പരാജയപ്പെട്ടവർ അവിടെയുള്ള പാത്രത്തിൽ മടക്കി വച്ചിരിക്കുന്ന പേപ്പർ എടുത്ത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്തു കാണിക്കേണ്ടതാണ്. മുഴുവനും അതേ ഓർഡറിൽ വെച്ച് ഷെമീല ആയിരുന്നു ഇതിൽ വിജയിച്ചിരുന്നത്. സദസ്സിലിരിക്കുന്ന ആരെങ്കിലും അനുകരിക്കുക. നിങ്ങളെന്നെ പുറത്തു പോയേ, ഇവിടെ ഇരിക്കരുത്, ഞങ്ങൾ ഗെയിംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിള്ളേരെ പുറത്തു പോയേ. സേ ടങ് ട്വിസ്റ്റർ. ആന അലറലോട് അലറൽ. അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. നിങ്ങളുടെ ഇൻട്രോ മലയാളത്തിൽ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഷൈമി. ഞാൻ പായിപ്പാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വരുന്നു. എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ. ചൊറി ഡാൻസിൽ തൗബ തൗബ സോങ്. ചൊറി 5 മൃഗങ്ങളുടെ ശബ്ദം അനുകരിക്കുക. ഫസ്റ്റ് വൺ എന്റെ എല്ലാമായ ഓക്കെ. 5 മൃഗങ്ങളുടെ ശബ്ദം. 2 പൂച്ച. അടുത്ത കാട്ടിലെ മാൻ. അയ്യേ, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പൂവാലൻ അഭിനയിക്കാം. ദേശീയഗാനം ദേശഭക്തിയോടെ പാടുക. ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബി സിന്ധു മറാഠി. കമ്മിറ്റി ചൂണ്ടിക്കാണിക്കുന്ന ആളെ കുറിച്ച് 5 നല്ല വാക്ക് പറയുക. ഫിസ്കാക്ക് നല്ല സ്വഭാവമാണ്, നല്ല മെച്യൂരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. കോഴിയെ ഓടിച്ചിട്ട് പിടിച്ച് കറി വെക്കുക. കൊയ് 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 കൊയ്. ഫാമിലി റീൽസിനുള്ള മെഡൽ ഹഫീസിന്റെ ഫാമിലിക്കും, ബെസ്റ്റ് ആക്റ്റീവ് പേഴ്സണുള്ള അവാർഡ് ജിക്കുവിനു വേണ്ടി മകൾ അമ്മുവും, തിരുവാതിര കളിക്കുവാൻ എല്ലാവർക്കും മോട്ടിവേഷൻ നൽകി അവരെ പഠിപ്പിച്ചെടുത്ത വിനീതമ്മയ്ക്കും പ്രത്യേകം മെഡൽ നൽകുകയുണ്ടായി. വിനീതമ്മയ്ക്ക് വേണ്ടിയുള്ള മെഡൽ അനു ആയിരുന്നു ഏറ്റുവാങ്ങിയത്. ഇത് ഫാമിലി ഓൾറൗണ്ടർക്കുള്ളതാണ്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിച്ച ഫാമിലിക്ക്. ഇതിൽ ഞങ്ങളായിരുന്നു വിജയികൾ. പൂക്കളിടാൻ വേണ്ടി നമ്മള് കുറച്ച് ഡിലേ എങ്കിലും ഭംഗിയായിട്ട് അത് ചെയ്തു. അതിന്റെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. സദ്യ ആണെങ്കിലും അതിന്റെ രീതിക്ക് നടന്നു. എല്ലാം ഭംഗിയായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിലും ഭംഗിയായിട്ട് നമുക്ക് 2025 നടത്താം. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. ഗ്രീൻ ഗേറ്റ് വില്ലയുടെ പൊന്നോണം 2024 ഇവിടെ സമാഗതമായിരിക്കുകയാണ്. ആഘോഷ കമ്മിറ്റിയുടെ സംഘാടകരിൽ പ്രധാനിയായ ഞങ്ങളുടെ സ്നേഹത്തോടെ പൊന്നു എന്ന് വിളിക്കുന്ന ഹിരണ്യ എന്റെ കൂടെയുണ്ട്. ഹിരണ്യക്ക് എന്താണ് നമ്മുടെ പൊന്നോണം 2024 കുറിച്ച് പങ്കുവെക്കാനുള്ളത്? പൊന്നോണം സീസൺ 2 അതിഗംഭീരമായി അവസാനിച്ചിരിക്കുന്നു. സദ്യയൊക്കെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നമ്മുടെ മാവേലി വന്നതും എല്ലാം, പിള്ളേർ ഓരോ കാര്യത്തിലും ഉത്സാഹത്തോടെ ഓരോ ഗെയിംസും എല്ലാം അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഒത്തിരി മികച്ച കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. തിരുവാതിരക്കളി, പിന്നെ ഓൺലൈൻ ചിത്രരചന മത്സരം, കപ്പിൾ ഡാൻസ്,
പിന്നെ എന്തായിരുന്നു ഓൺലൈൻ റീൽസ് മത്സരം, ഒത്തിരി നല്ല രസമായിരുന്നു. എല്ലാരും ഒന്നിനോടൊന്ന് മെച്ചത്തോടെ തന്നെ നല്ലതായിട്ട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തു. കൾച്ചറൽ പ്രോഗ്രാംസിന് വിജയിച്ച ഓരോ വിന്നേഴ്സിനും ആഘോഷ കമ്മിറ്റിയുടെ വക അഭിനന്ദനങ്ങൾ. പൊന്നോണം 2025 സീസൺ 3 ഇതിനും അതിഗംഭീരമായി നടക്കാൻ കഴിയട്ടെ. കൂട്ടുചേരലിന്റെ ആഹ്ലാദമാണ് ഓണം, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. ഒത്തുകൂടലുകളും സദ്യവട്ടങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി പൊന്നോണം 2024 ഒരു വൻ വിജയമായിരുന്നു. ഇതിൽ ഓരോ അംഗങ്ങളുടെയും പങ്ക് അത്രയ്ക്കും വലുതാണ്. ഓണത്തെക്കുറിച്ചും അതിന്റെ ആഘോഷങ്ങളെക്കുറിച്ചും നമ്മുടെ ചെറുതലമുറകൾക്ക് പരിചയപ്പെടാനുള്ളൊരു അവസരം കൂടിയായിരുന്നു ഇത്. പൊന്നോണം 2024 ഭാഗമായ മുഴുവൻ പേർക്കും അഭിനന്ദനങ്ങൾ. പൊന്നോണം 2025 കാത്തിരിക്കുന്നു.